പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവിന്റെ ജനം കൂടി വന്നിരിക്കാവുന്നല്ലോ. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ, വിടുതലിന്റെ ശുശ്രൂഷകൾ, കർത്താത്മാവിന്റെ ശക്തി ഇവയൊക്കെയും നൽകി തന്ന് ഞങ്ങളെ വഴി നടത്തേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. കർത്താവിന്റെ ജനത്തിനായി സംബന്ധിക്കുന്ന ഏവരെയും കർത്താവ് സന്ദർശിച്ച് അനുഗ്രഹിക്കുമാറാകണം. വിടുതൽ കൽപ്പിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനയിലും ആരാധനയിലും സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം നമ്മെ വിട്ട് കടന്നുപോയി. പുതിയ ഒരു ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരാഴ്ചവട്ട കാലം ഏതെല്ലാം കാര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകണം, നമ്മൾ എങ്ങനെയായിരിക്കണം, ഇതൊക്കെയും കർത്താവാണ് തീരുമാനിക്കേണ്ടത്. കാരണം നമ്മുടെ കണക്കുകൂട്ടലുകളൊന്നും സാധ്യമാകുകയില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ വഴികളെക്കാൾ എൻ്റെ വഴികളും നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ എൻ്റെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു. അത് തമ്മിൽ എപ്പോഴും എടുക്കാൻ പറ്റാത്ത നിലയിൽ രണ്ട് നിലകളിലുള്ളതാണ്. ദൈവത്തിന്റെ വഴിയും ദൈവത്തിന്റെ വിചാരവും, മനുഷ്യന്റെ വഴിയും മനുഷ്യന്റെ വിചാരങ്ങളും രണ്ട് തരത്തിലുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ വിചാരങ്ങൾ സാധ്യമായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ വിചാരം വിട്ടുകളഞ്ഞതിന് ശേഷം നമ്മുടെ വിചാരങ്ങൾ മാത്രം സാധ്യമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാകുമായിരുന്നില്ല. കാരണം മനുഷ്യന്റെ വിചാരം മായ എന്ന് ദൈവം അറിയുന്നു. അവൻ ആഗ്രഹിക്കുന്നതിനും വിചാരിക്കുന്നതിനും അവൻ സങ്കല്പിക്കുന്നതിനെല്ലാം ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സ്വാധീനമുണ്ട്. ആ സ്വാധീനത്താൽ അവൻ ചെന്ന് മുൻപോട്ട് പോകുന്നത് അപകടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് അവൻ കരുതാത്ത കാര്യങ്ങളിലേക്ക് തിരിയുമ്പോൾ മാതാപിതാക്കൾ അവനെ തിരിപ്പിക്കാൻ നോക്കും. സംസാരിച്ച് തിരിപ്പിക്കും, പിടിച്ച് ബലമായിട്ട് തിരിപ്പിക്കും, ശിക്ഷിച്ച് തിരിപ്പിക്കും. അങ്ങനെ പല തരത്തിൽ ഒരു കുഞ്ഞിനെ തെറ്റുകളിൽ നിന്ന് തിരുത്തുന്നത് പോലെ ദൈവം തന്റെ ജനത്തെ ദോഷത്തിൽ നിന്ന് തിരിക്കുകയാണ്. കാരണം ബാല്യം മുതൽ മനുഷ്യന്റെ നിരൂപണം ദോഷമുള്ളവയെന്ന് കർത്താവ് കാണുകയാണ്. ഒരു മനുഷ്യൻ എങ്ങനെ നശിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനൊരു ശിശു ജനിച്ചാൽ എങ്ങനെ അവൻ നശിക്കും എന്ന് ചോദിച്ചാൽ അതിന് വേറെ ഉത്തരവൊന്നും വേണ്ട. അവന് ആരും അവന്റെ ജീവിതത്തിൽ ഇടപെടാതെ ഇട്ടാൽ മതി. അവൻ സ്വയമായിട്ട് വളർന്ന് വഷളായി അവൻ നശിച്ചോളും. എന്നാൽ ഒരു മനുഷ്യൻ എങ്ങനെ നന്നാകും എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അതിന് ശിക്ഷണം ആവശ്യമാണ്, സ്വാധീനം ആവശ്യമാണ്, നിയന്ത്രണം ആവശ്യമാണ്. പല തരത്തിൽ അവനെ നിയന്ത്രിച്ചേ പറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യനെ നന്മയിലെത്തിക്കാൻ ആര് നിയന്ത്രിക്കും? അങ്ങനെ നിയന്ത്രിക്കാൻ ഒരാൾ വേണം. ഞാൻ നല്ലതെന്ന് തോന്നുന്നത് നല്ലതല്ല, ദൈവം നല്ലതെന്ന് തോന്നുന്നത് നല്ലത്. അപ്പൊ ദൈവം നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നല്ലതിൽ ഞാൻ മുമ്പോട്ട് പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയന്ത്രണം എനിക്ക് വേണം. ദൈവത്തിന്റെ നിയന്ത്രണം എനിക്കുണ്ടാകാൻ എന്താ വഴി? ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എന്റെ വഴി ശരിയല്ല, ദൈവത്തിന്റെ വഴിയിൽ കൂടി ഞാൻ മുമ്പോട്ട് പോകണം. എന്നാൽ കാര്യം സാധിക്കും. ദൈവത്തിന്റെ വഴി സാധ്യമാകണമെങ്കിൽ, ദൈവത്തിന്റെ വഴി എൻ്റെ കയ്യിൽ എൻ്റെ ജീവിതത്തിന് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിന് വചനം പറയുന്നത് വേറെ ഒന്നും വേണ്ട. അതിനാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൾ രൂത്ത്
അമ്മാവിയമ്മയോട് ഒരു തീരുമാനം എടുത്തു. നീ എന്നോട് ഇനി പോകാൻ പറയരുത്, മടങ്ങിപ്പോകാൻ പറയരുത്. കാരണം നിന്റെ ജനമാണ് എന്റെ ജനം, നിന്റെ ദൈവമാണ് എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്തല്ലാതെ നമ്മളെ തമ്മിൽ വേർതിരിക്കാൻ ആർക്കും കഴിയില്ല. ഈ ഒരു തീരുമാനം എടുത്തതോടുകൂടി പിന്നീടുള്ള ജീവിതം അവളുടെ അങ്ങ് മാറിയതിനു ശേഷം പിന്നീട് കാണുന്നത് നമ്മൾ പ്രകാരമാണ്. ഭാഗ്യവശാൽ അവൾ ബോവസിന്റെ വയലിലായിരുന്നു ചെന്നത്. അവളെ ബോവസിന്റെ വയലിൽ എത്തിക്കാനായിട്ട് അവിടെ ആരും പ്രവർത്തിച്ചതായിട്ട് നാം കാണുന്നില്ല. അമ്മാവമ്മ പോലും നീ ഇന്ന് ബോവസിന്റെ വയലിൽ പോകണമെന്ന് പറഞ്ഞതായിട്ട് നമുക്ക് അറിവില്ല. പക്ഷെ അവൾ ബോവസിന്റെ വയലിൽ ചെന്നു. എങ്ങനെയെന്ന്? ഭാഗ്യവശാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? അവളെ ഏതോ ഒരു ശക്തി നിയന്ത്രിച്ച് ബോവസിന്റെ വയലിൽ എത്തിച്ചു. ആ ശക്തി ആരാ? മനുഷ്യനല്ല, പിന്നെ ആരാ? ഇതാണ് അദൃശ്യ മണ്ഡലം അല്ലെങ്കിൽ ആത്മീക മണ്ഡലം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് നമ്മുടെയൊക്കെ എല്ലാവർക്കും. ആ ആത്മീക മണ്ഡലത്തിൽ നിന്ന് സഹായം ലഭിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വചനപ്രകാരം ക്രിസ്തീയ രീതിയിൽ ഭാഗ്യമുള്ളവർ. ഞാനൊരു വഴിക്ക് അങ്ങോട്ട് പോകുമ്പോ ഒരു സ്ഥലം വരെ ചെന്നപ്പോഴേക്കും ഇന്ന് അതിലേ പോകണ്ട, ഇപ്പുറത്തോടെ പോകാൻ തോന്നി. ഞാൻ ഇപ്പുറത്തോട്ട് പോയി. ആ ആദ്യം പോയ വഴിക്ക് ഒരു അപകടം ഉണ്ടായിരുന്നു, വലിയൊരു അപകടം. അനേകം പേര് മരിച്ചു. ഞാനതിൽ ഭാഗ്യവശാൽ ഉൾപ്പെട്ടില്ല. അവിടെ ഭാഗ്യം ആര് നിയന്ത്രിച്ചു? അവിടെയാണ് എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ പാടും. ആ സമയം വന്നപ്പോൾ ഒരു ബുദ്ധി എൻ്റെ ഒക്കെ തിരിച്ചു. ഇവരെയാണ് ദൈവത്തിന് പകരം ഭാഗ്യമുള്ളവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് വചനത്തിൽ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം ധന്യമായി തീരണമോ, നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ എത്തണമോ, അതിന് വേറെ ഒരു കാര്യം എത്ര പ്രവർത്തിച്ചാലും നടക്കില്ല. അതിന് വേണ്ട അടിസ്ഥാന പ്രമാണമാണ്, അടിസ്ഥാന യോഗ്യതയാണ്. എന്താണ്? ഭാഗ്യം വേണം. ഭാഗ്യം വേണം. ഭാഗ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ ഭാഗ്യം, അതൊരു വിശ്വാസിയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആത്മീയ മണ്ഡലം അവന് അനുകൂലമായിരിക്കണം. ആത്മീയ മണ്ഡലം അവനെ നിയന്ത്രിക്കണം ഒന്നാണ്. ആത്മീയ മണ്ഡലം നിയന്ത്രിക്കും എന്ന് പറയുമ്പോഴത്തേക്കും, ആത്മീയ മണ്ഡലം എവിടെ നിന്ന് നിയന്ത്രിക്കും? എങ്ങനെ നിയന്ത്രിക്കും? അതിനാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിനെ അറിഞ്ഞവർക്ക് കർത്താവ് തന്റെ ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്, സ്പിരിറ്റിനെ കൊടുത്തിട്ടുണ്ട്. നമ്മിൽ ഒരു ആത്മാവ് വസിക്കുന്നു. ഈ ആത്മാവിന്റെ ഉത്തരവാദിത്വമാണ് നമ്മെ കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥാനത്തെത്തിക്കുക എന്നുള്ളത്. ഏത് സ്ഥാനത്തെത്തിക്കും? എഫേസ്യർ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മെ വിളിയാറുള്ള ആശയിൽ എത്തിക്കും. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ വിളിച്ചപ്പോൾ ഒരു കാര്യം ആശിച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി എത്തിക്കണം. അതിനുവേണ്ടി കർത്താവ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരാത്മാവ് തന്നിട്ടുണ്ട്. ആ ആത്മാവ് നമ്മുടെ വിചാരങ്ങളല്ല, നമ്മുടെ വഴികളല്ല. ആ ആത്മാവിന് ചില വിചാരങ്ങളുണ്ട്, വഴികളുണ്ട്. അത് അവിടെ എത്തിക്കും. ഇതാണ് നമ്മൾ ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ബാല്യത്തിൽ തന്നെ കർത്താവ് ഈ ആത്മാവിനെ യോസഫിന് കൊടുത്തത്. യോസഫിന് കൊടുത്തപ്പോ ഈ ആത്മാവിന്റെ ഉദ്ദേശം ഇതാണ്. ഈ ആത്മാവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യോസഫിനെ കൊണ്ടുപോയി ഫറവോന്റെ മുമ്പിൽ നിർത്തണം. നാളെ ഫറവോൻ ഒരു സ്വപ്നം കാണും, അത് ദൈവം കാണിക്കുന്നതാണ്. ആർക്കും സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അങ്ങനെ നിൽക്കുമ്പോൾ യോസഫ് സ്വപ്നം വ്യാഖ്യാനിക്കണം. എങ്ങനെ വ്യാഖ്യാനിക്കും? സ്വപ്നം വായിക്കാൻ ആർക്കുള്ള? ദൈവത്തിന് പറയുമ്പോൾ സ്വപ്നം വായിക്കാൻ ദൈവത്തിനുള്ള. അപ്പൊ ഫറവോൻ കൊണ്ട് സ്വപ്നം ആരും വ്യാഖ്യാനിക്കും? അതിനായി ഈ ആത്മാവിനെ കൊടുത്തേക്കണം. അപ്പോ പല കാര്യങ്ങളും അവിടെ ഉള്ളു. ഫറവോന്റെ സന്നിധിയിൽ മുമ്പിൽ എത്തണം. അപ്പോഴേക്കും ഈ ആത്മാവിനെ വിട്ടുകളയാതെ തന്നെ അതിന് തന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഫറവോൻ കണ്ട സ്വപ്നം യോസഫ് ഭാരപ്പെടുകയും വേണ്ട.
യോസേഫിലുള്ള ആത്മാവ് വ്യാഖ്യാനിച്ചു. അവിടെ നിന്ന് യാത്ര പോവാ. യോസേഫ് വിചാരിക്കുകയാണ്, ഈ സഹോദരന്മാർ എന്താ എന്നോട് ഇങ്ങനെ എന്നെ വസ്ത്രം പറിച്ച് വിരിഞ്ഞ് അവനെ കൊല്ലാൻ നോക്കി. കൊല്ലല്ലേ എന്ന് പറഞ്ഞു. എന്നെ കൊല്ലല്ലേ, എന്റെ ജീവനെ ഇല്ലാതാക്കല്ലേ. പൊട്ടക്കണക്കിലിട്ട് അവിടെ നിന്ന് കയറ്റി കാശ് എണ്ണി മേടിച്ച് ഇതെല്ലാം തന്റെ കണ്ണുകൊണ്ട് കാണും. തന്റെ ഹൃദയം കൊണ്ട് അത്ര വേദനയുണ്ട് സഹോദരങ്ങൾ തന്നോട് ചെയ്യുന്ന ആ പ്രവൃത്തി ഓർക്കുമ്പോൾ. എങ്ങനെ ഇതിൽ നിന്ന് ഇവരെയൊക്കെ വിട്ട് എങ്ങോട്ടെങ്കിലും പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ യോസേഫിന്റെ വിചാരമാണ്, യോസേഫിലുള്ള ഒരു ആത്മാവുണ്ട്, ദൈവം കൊടുത്തൊരു ആത്മാവ്. അതിന്റെ വിചാര വഴി അതല്ല, ഇതിൽ കൂടി തന്നെ പോകണം, ഈ വഴിയിൽ കൂടി തന്നെ പോകണം, ഈ വിചാരത്തിൽ കൂടി തന്നെ യാത്ര ഇറങ്ങണം. കടന്നു പോയി 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 അവിടെ എത്തുന്നതിന് മുമ്പ് എതിരാളിയായ ഒരാളുണ്ട്. എവിടെ? സ്വപ്ന വ്യാഖ്യാനത്തിന് മുമ്പ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും, അവിടെ ചെന്ന് കഴിയുമ്പോ നോക്കുമ്പോ ഈ വ്യാഖ്യാനിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ? സ്വപ്നം പറയുമ്പോൾ വ്യാഖ്യാനിക്കാനായിട്ട് ജോസഫ് കാര്യമില്ല. നമ്മളതിന് ഒരു ഉദാഹരണം പറഞ്ഞു പഠിക്കാറുണ്ട്. കിഴക്ക് നിന്ന് ഒരാള് എറണാകുളത്തേക്ക് പതിവായിട്ട് ആഴ്ചയിലൊരിക്കൽ ഈ പണ്ടത്തെ പായുണ്ട്, പനമ്പിന്റെ പാ, അതുപോലെ തന്നെ തഴയുടെ പാ, ഇങ്ങനെ ചില അത് നെയ്ത് കെട്ടുകെട്ടാക്കിയിട്ട് കൊണ്ടുപോയി. അപ്പൊ ഇവിടെ നിന്ന് ഇതിലെ പോകുന്ന ഒരു വലിയൊരു ലോങ് റൂട്ട് ബസ് ഉണ്ട്. ഇതിന്റെ പുറത്തിട്ടാ കൊണ്ടുപോയി. ഈ പുറത്ത് കെട്ടിവെച്ച് രാവിലെ വരും. ഒരു 9:30-10 മണിയാകുമ്പോഴേക്കും എറണാകുളത്ത് പത്മ ചെല്ലും. അങ്ങനെ പതിവായിട്ട് പോയിക്കുമ്പോൾ ഒരു ദിവസം ഒരു സ്ഥലത്ത് വന്നപ്പോഴേക്കും ഒരു 8:30 ആയപ്പോഴേക്കും ഒരു സ്ഥലത്ത് നിന്ന് ബസ് എടുത്തപ്പോ ഈ കച്ചവടക്കാരൻ കിടന്ന് ഉച്ചയുണ്ടായി. അയ്യോ, എന്റെ ബസ്സിന്റെ മുകളിലിട്ടുന്ന കെട്ട് കാണുന്നില്ല. പായന്റെ കെട്ടാണ് കാണുന്നില്ല. വണ്ടി നിർത്തി നോക്കിയപ്പോ ശരിയാ, പായന് കെട്ടില്ല. പിന്നെ അത് വീണത് എവിടെയെന്ന് അറിയാനായിട്ട് അദ്ദേഹം തിരിച്ചു പോയി. പക്ഷെ ഇദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, എങ്ങനെ ഇറങ്ങി? ഇത്രയും ആള് തിരക്കുള്ള ഈ ബസ്സിൽ തന്റെ കെട്ട് ഇതിന്റെ മേളിൽ കെട്ടി വെച്ചിരുന്നത് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങളെ മനസ്സിലായി. അതിനൊരു വഴിയുണ്ട്. അദ്ദേഹം പോകുന്ന വഴികളെല്ലാം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിഴല്, ഈ ബസ്സിന്റെ നിഴലില് പോകുമ്പോ ആ ഭാഗത്ത് കെട്ടിവെച്ചിരിക്കുന്നതിന്റെ നിഴലും കാണും. അതായത് അടയാളം. അയാൾക്ക് വേറെ ഒരു കാര്യം ശ്രദ്ധയില്ല. ബസ് അത്ര സ്പീഡിൽ പോകുന്നു, ആരൊക്കെ കയറുന്നുണ്ട്, ആരൊക്കെ ഇറങ്ങുന്നുണ്ട്, ഇതൊന്നും അയാൾക്ക് ബാധകമല്ല. അയാൾ ഇടയ്ക്കിടയ്ക്ക് നിഴല് നോക്കും. നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ നിഴല് നോക്കുമ്പോഴേക്കും ആ ഭാഗത്ത് കെട്ടിവെച്ചിരിക്കുന്നതിന്റെ നിഴല് കാണും. ഇതിപ്പോ കാണുന്നില്ല. അതാണ് അയാളുടെ അടയാളം. കാരണം ഇയാള് നേരെ ചെന്ന് കഴിഞ്ഞാൽ 9:30-10 മണിയാകുമ്പോഴേക്കും എറണാകുളത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഇയാൾ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇയാളെ നോക്കിയല്ല അവിടെ നിൽക്കുന്നത്. അവിടെ ചുമട്ടുകാര്, അവിടെ എടുത്തോണ്ട് പോകാൻ നിൽക്കുന്നവര് 1-2 പേരവിടെ നിൽക്കുന്നുണ്ട്. അവര് നോക്കുന്നത് ഇയാൾ ചെന്ന് നോക്കി അല്ല പ്രധാനമായിട്ട് കെട്ടാണ് അങ്ങനെയുണ്ട്. കാരണം അതുകൊണ്ടാണ്, അതിൽ നിന്നാണ് ഇയാളുടെ ഉപജീവനം. അതിന്റെ കാശാണ് കിട്ടി തനിക്ക് തിരിച്ചു പോരുന്നത്. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരുമ്പോഴേക്കും കർത്താവ് അവനിലേക്ക് ഒരു ആത്മാവിനെ കൊടുക്കുക. ദാ, നിന്നെ വിളിച്ചിരിക്കുന്നത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നാളെ നിന്റെ ജീവിതം ധന്യമായി തീരണമെങ്കിൽ നീ വന്ന് നിന്നെ ഒരു സ്ഥാനത്തെത്തിക്കും. അവിടെ രാജാവ് ഒരു സ്വപ്നം കാണും. അത് വ്യാഖ്യാനിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല. ആ വ്യാഖ്യാനത്തിന് സാധിക്കാവുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ. അത് നിനക്ക് തന്നിരിക്കുന്ന ഈ ആത്മാവാണ്.
അതുകൊണ്ട് നീ ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ മുറുകെ പിടിച്ചോളണം. അവിടെ നീയും ചേരണം, ഈ ആത്മാവും ചേരണം. നീ തന്നെ എന്നിട്ട് കാര്യമില്ല, ഈ ആത്മാവും ചേരണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ആത്മാവുണ്ടെങ്കിൽ ഈ സ്വപ്നം നീ വ്യാഖ്യാനിക്കും, നിന്റെ ജീവിതം തന്നെയാണ്. അവനാണ് ഭാഗ്യമുള്ളത്, അവനാണ് ഭാഗ്യമുള്ളത്. എന്നാൽ ഓർത്തുകൊള്ളേണ്ടത്, ശത്രു ഇതാ ഇത് ഏൽപ്പിച്ച സമയം മുതൽ ഇതിൽ നിന്ന് എങ്ങനെയും മനുഷ്യനിൽ നിന്ന്, യോസഫിൽ നിന്ന് ഈ ആത്മാവിനെ ഒന്ന് മാറ്റാൻ ഉള്ള ശ്രമമാണ് ഏത് വിധേനയും. കാരണം ഫറവോന്റെ മുമ്പിൽ യോസഫ് വേണ്ടി പോയിക്കോട്ടെ, പക്ഷെ ഈ ആത്മാവ് ചെല്ലാൻ പറ്റില്ല. ആത്മാവ് ചെന്നില്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ദൈവത്തിന് അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് അറിയോ? പഠിക്കുന്നത് യോ ആ കഥയൊന്ന് പഠിക്കണം. ഇതേ ആത്മാവിനെ ശൗലിന് കൊടുത്തതാ, ഇതേ ആത്മാവിനെ ദാവീദിന് കൊടുത്തതാ. പ്രധാന സ്തോത്രം. ശൗല് അവസാനം ഗിൽബോവ പർവ്വതത്തിൽ ചെന്നു. ശത്രുക്കൾ തനിക്കെതിരെ കൂടി വരുക, താൻ മരണസമയത്തേക്ക് അടുത്തു. ഈ സമയത്ത് തന്നെ രക്ഷിപ്പാൻ കർത്താവ് അന്ന് തന്ന ആത്മാവ് മതി. പക്ഷെ അതില്ല, ഇന്നത് തന്നോടൊപ്പം ഇല്ല. ചുറ്റും നോക്കി, ആരുമില്ല. അവിടെ വീണു, ശത്രുവിന്റെ കയ്യാൽ മരിച്ചു. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതിനെ കാത്തു സൂക്ഷിക്കുന്നതാണ്, ഇതിനെ കാത്തു സൂക്ഷിക്കുന്നതാണ് പ്രധാന സ്വഭാവം, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ധന്യത. നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്. നിങ്ങളുടെ ആത്മാവിനെ വ്യർത്ഥമാക്കരുത്. ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നമ്മെ കർത്താവ് ഒരു സ്ഥാനത്ത് എത്തിച്ച് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഘടകവും കൂടി നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒത്തു വേണം മുൻപോട്ട് പോകാൻ. ഇത് രണ്ടും ഞാൻ അങ്ങനെ ചെന്നിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ മാത്രം ചെന്നാൽ യാതൊരു കാര്യം നടക്കില്ല. യോസഫ് ഫറവോന്റെ മുമ്പിൽ ചെന്ന് സ്വപ്നം പറഞ്ഞു കഴിഞ്ഞാൽ യോസഫിനെ ഉണ്ടാവുമോ? സാധിക്കില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് യോസഫ് ഭയങ്കര ബുദ്ധിയുള്ളവന്. ശരിയാ, യോസഫിന്റെ ബുദ്ധിക്ക് ആരാധന ദൈവം ഈ കൊടുത്ത് ഏൽപ്പിച്ചു വിട്ട ആത്മാവാ. ഏത് വിധേനയും ഈ ആത്മാവിനെ ഇല്ലാതാക്കാനായിട്ട് തന്ത്രങ്ങൾ ഒരുക്കി അവസാനം പൊത്തിഫറിന്റെ ഭാര്യയിൽ വന്നു. അവന്റെ ആഗ്രഹം ഇതിൽ യോസഫ് വീഴും, ഇതിൽ യോസഫ് വീണ് കഴിഞ്ഞാൽ ആത്മാവിനെ എടുത്തു മാറ്റും. കർത്താവ്. പക്ഷേ യോസഫ് അവിടെ വീണില്ല, യോസഫ് ജയിച്ചു. യോസഫ് അതിനെ ജയിച്ചു. ഒടുവിൽ ഫറവോന്റെ മുമ്പിൽ പോയി നിന്നു. സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോ ആ ജാതീയ മനുഷ്യന്റെ വായ കൊണ്ട് പറയുക, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരാളെ കണ്ടു കിട്ടുമോ? ശരിയാണ്. നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജീവിതത്തെ ഓർത്തുകൊള്ളണം. കോടിക്കണക്കിന് മനുഷ്യരെന്ന് വിശ്വാസ ജീവിതത്തിലുണ്ട്. ഈ അതിവിശുദ്ധ വിശ്വാസവും ആത്മാവും ഏറ്റുവാങ്ങിക്കൊണ്ട് യാത്ര ചെയ്യുന്നതാണ്. എന്നാൽ ചോദ്യം ഇതാണ്, ഏറ്റെടുത്ത ആത്മാവ് നഷ്ടപ്പെടുത്താത്ത എത്ര എണ്ണം? നാളെ വിളിയാനുള്ള ആശ, അത് ആ ലക്ഷ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം, പ്രവർത്തിക്കാൻ തക്കവണ്ണം ദാനിയേലിനോട് ചോദിച്ചതുപോലെ, ദാനിയേലെ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിക്കാൻ പ്രാപ്തനായോ? അത് കൂടെ ഉണ്ടോ? ഉണ്ട്. സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞിട്ടുണ്ട്. യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. തെറ്റുപറ്റിയപ്പോ ദാവീദ് ഉടനെ ഈ കാര്യത്തിന്റെ ഗൗരവം അറിഞ്ഞപ്പോ ദാവീദ് നിലവിളിക്കുകയാണ്, സാവേ, നീ എന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് എടുക്കരുത്. എടുത്തില്ല, ഭാഗ്യം കൊണ്ട്. അവൻ മരണസമയത്ത് പ്രാർത്ഥിച്ചപ്പോ മരണസമയത്ത് ആത്മാവിൽ പറഞ്ഞ വാക്കാണ്, ഇന്നും ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ സംസാരിക്കും. അന്ന് അവൻ തന്നുണ്ടല്ലോ, നഷ്ടപ്പെടുത്തിയിട്ടില്ല, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നഷ്ടപ്പെടുത്താതെ ദാവീദിന്റെ കഴിവല്ല, നഷ്ടപ്പെട്ടു പോയിട്ടില്ല.
കാരണം ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് ഭാഗ്യം അവനോടൊപ്പം ഉണ്ട്. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ്, ആരാധിക്കുകയാണ്. ചുരുക്കമായിട്ട് നമ്മളൊരു കാര്യം ഓർത്തോളൂ, നമ്മൾ ഈ വഴിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് കർത്താവ് നമ്മുടെ ഉള്ളിൽ തന്നതാണ് ഈ ആത്മാവ്. അവരുടെ ഉള്ളിൽ തന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെയെന്നാണ് അവരുടെ ഉള്ളിലേക്ക് തന്നതാണ്. ഈ ആത്മാവ് കൊണ്ട് കർത്താവ് ഈ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്. ദാനിയേലിനെ പോലെ സ്വപ്ന വ്യാഖ്യാനം, യോസേഫിനെ പോലെ സ്വപ്ന വ്യാഖ്യാനം, ഇങ്ങനെ വിവിധമായിട്ടുള്ള ഉദ്ദേശങ്ങൾ ദൈവത്തിന് അതുകൊണ്ടുണ്ട്. അത് നഷ്ടപ്പെടുത്താതെ ആ സ്ഥാനത്ത് കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്നത് വരെയും അത് കൈവശം ഉള്ളവൻ, അത് നഷ്ടപ്പെടുത്താതിരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ആര്? ഭാഗ്യവാൻ. ഭാഗ്യവാൻ. വേറെ ഒരു ഭാഗ്യം നമുക്ക് വേണം. നമുക്ക് ലോട്ടറി അടിക്കുകയോ, എനിക്ക് അവിടുന്ന് ഒരു കുറച്ച് പൈസ കളഞ്ഞു കിട്ടിയതോ, അല്ലെങ്കിൽ എൻ്റെ കൃഷി നന്നായതോ ഒന്നുമല്ല ഭാഗ്യം. മൂന്ന് കാര്യവും വേണ്ട. ഈ ഒരൊറ്റ കാര്യം മതി. ഈ ഒരൊറ്റ കാര്യം. ഞാൻ ഇരുട്ടായിരുന്ന നാളിൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു ഒരു ഉപനിധി എനിക്ക് തന്നിട്ടുണ്ട്. അത് നഷ്ടപ്പെടാതെ വണ്ണം എന്റെ ജീവിതം ധന്യമാകുന്നത് വരെയും അതിനെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ ഞാൻ ഭാഗ്യവാൻ. ഇല്ലായിരിക്കും എന്തെല്ലാം ചെയ്തിട്ടും, ഞാൻ എന്തെല്ലാം പ്രവർത്തിച്ചാലും എന്റെ ജീവിതം ആ ധന്യതയിലെത്തുകയില്ല. കർത്താവിന്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചനയിൽ മുറുകെ പിടിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഏത് മനുഷ്യനും ഒരു യാത്രയിൽ ഓർക്കേണ്ടതാണ്. എന്നെ പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുന്ന, എന്നെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിൽ ആയിരിക്കുന്ന ആളുകളുണ്ട്. അത് എന്നെ അല്ല പ്രതീക്ഷിക്കുന്നത്, പിന്നെയോ എന്നോടുകൂടിയുള്ള കർത്താവ് എന്നിൽ വസിക്കുമാറാക്കിയ ആത്മാവിനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ കച്ചവടക്കാരുടെ കാര്യം പറഞ്ഞല്ലോ. കച്ചവടക്കാരുടെ കാര്യം, ആ കച്ചവടക്കാരൻ അവിടെ ഇറങ്ങി. കാരണം അയാളുടെ അടയാളങ്ങളെ കാണുന്നില്ല. ചെന്ന് അതെടുത്ത് വീണ്ടും ധൈര്യപ്പെട്ട് യാത്ര തുടർന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വചനം പറയുന്നത്, എനിക്കൊരു ഭാഗ്യമില്ലല്ലോ, ഒരു കാര്യവും ഒന്നും നടക്കുന്നില്ല, ഞാൻ എവിടെ പോയാലും ഒരു സന്തോഷവും ഇല്ലല്ലോ, ഒന്നും വേണ്ട, ഒരു കാര്യവും വിഷമിക്കേണ്ട. ഈ ഘടകമുണ്ടോ? വിളിച്ച് വേർതിരിച്ച നാളിൽ കർത്താവ് ഏൽപ്പിച്ച ആ ഘടകമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഭാഗ്യവാൻ തന്നെ. ആ ഭാഗ്യത്തിന്റെ പൂർണ്ണത എന്റെ കണ്ണുകൊണ്ടും ജീവിതം കൊണ്ടും അനുഭവിക്കാനും കാണുവാനും കഴിയും എന്നുള്ളത് ധൈര്യത്തോടെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഈ യാത്ര പൂർത്തിയാക്കുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതാണ് നമ്മൾ കേൾക്കേണ്ടിയായിരുന്നത്. ലംഘനം ക്ഷമിച്ചും പാപമാർച്ചം കിട്ടിയവൻ ഭാഗ്യവാൻ. നമ്മുടെ ലംഘനങ്ങൾ കർത്താവ് ക്ഷമിക്കട്ടെ, നമ്മുടെ കുറ്റങ്ങൾ കർത്താവ് ക്ഷമിക്കട്ടെ. ഒരിക്കലും കർത്താവെ, എന്റെ കുറ്റങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും, ദൈവമേ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ എന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് എടുക്കരുതേ, എന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് എടുക്കരുതേ. കാരണം ഞാൻ ധന്യനായി തീരണമെങ്കിൽ, ഞാൻ ഭാഗ്യവാനായി തീരണമെങ്കിൽ ആ ഘടകമില്ലാതെ സാധിക്കുകയില്ല. കർത്താവിന് വെളിയാനുള്ള ആശയിൽ ഞാൻ എത്തിച്ചേരണമെങ്കിൽ ആ ഘടകമില്ലാതെ സാധിക്കുകയില്ല. അത് നഷ്ടപ്പെട്ടു പോകാത്ത ഭാഗ്യവാന്മാരായി ദൈവത്തിന്റെ സഭയെ കർത്താവ് നിലനിർത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ കർത്താവിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ ദൈവം ഇന്നും ഞങ്ങൾക്ക് മാറ്റമില്ലാത്തനായി കൂടെ ഉള്ളതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഭാഗ്യവാന്മാരായി ഈ യാത്ര പൂർത്തിയാക്കട്ടെ, ഞങ്ങളുടെ ജീവിതം ധന്യമാക്കി തീർക്കട്ടെ. കർത്താവ് യേശുവേ, ഞങ്ങൾ വസിക്കുമാറാക്കി കർത്താവിന്റെ ആത്മാവ് ആ ദിവസം വരെയും കർത്താവ് കാത്തു സൂക്ഷിച്ച് ഞങ്ങളുടെ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചേരുവാൻ തക്കവണ്ണം സഹായിക്കും, അനുഗ്രഹിക്കണമേ. നമ്മൾക്കായി സ്വതന്ത്രം യേശുവിന്റെ നാമത്തിൽ. യേശു എന്നാടിസ്ഥാനം